ഒരാൾക്ക് പോലും കൊടുക്കുന്നില്ല സാർ. ഇങ്ങനെ ഗ്രാമപഞ്ചായത്തിൽ ആ കസേരയിൽ ഇരിക്കാൻ പറ്റുന്നില്ല സാർ. ആൾക്കാർ വന്നിട്ട് ഈ പ്രയാസങ്ങൾ പറയുന്നത്. പിന്നെ ഈ ലൈറ്റ് ഭവന പദ്ധതി ഇപ്പോൾ അത് വീട് ഒരു ഘട്ടം മാത്രം പണം കിട്ടിയിട്ട് വീട് പൂർത്തിയാക്കിയ ആളുകൾ അവരെ സിമന്റ് പീടികക്കാരനും കമ്പി പീടികക്കാരനും ഒക്കെ പണം കൊടുക്കാനുള്ളത് കൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ലാതെ വളരെ ദയനീയമായിട്ട് അതാണ് പത്തനംതിട്ടയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തല്ലോ, നിങ്ങൾ അറിഞ്ഞില്ല. ഒന്നാമത്തെ ഗഡു കിട്ടി, എല്ലാം പൊളിച്ചു പണി. രണ്ടാമത്തെ ഗഡു കാലിലെ ചെരുപ്പ് പൊട്ടി. ഇപ്പം അയാൾക്ക് മാർഗമില്ലാത്തതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു. ഒറ്റ പൈസ. പിന്നെ ഞങ്ങൾ സർ തെങ്ങിൻ്റെ വളം സബ്സിഡി ഞങ്ങൾ പഞ്ചായത്ത് പണം വെച്ചുകൊണ്ട് സബ്സിഡി കൊടുത്തുകൊണ്ട് നമ്മൾ പദ്ധതി നടപ്പിലാക്കിയ ശേഷം ഇവർ പറഞ്ഞു ട്രഷറിയിൽ ഈ പണം അടയ്ക്കണം, എങ്കിൽ മാത്രമേ സബ്സിഡി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുമെന്ന് വെച്ച് പഞ്ചായത്ത് മുഴുവൻ തുകയും ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരാൾക്ക് പോലും പൈസ കൊടുത്തില്ല. അവർ പറയുന്നത് ട്രഷറി വിളിച്ചു ഈ പച്ചത്തുണ്ട് സംഭരണമാണോ, പച്ചത്തേങ്ങ സംഭരണമാണോ? പച്ചത്തേങ്ങ സംഭരിച്ചതിന് പണം കൊടുത്തില്ല സർ. തെങ്ങിന്റെ വളം സർ, തെങ്ങിന്റെ വളത്തിന്റെ പണം ലഭ്യമാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറയുന്നത് ഈ ട്രഷറി അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ പാസ്സാകുന്നില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ക്യൂവിലാണെന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും കിട്ടുന്നില്ല, വെറുതെ പറയുന്നു. 5000 പോലും മാറി കിട്ടുന്നില്ല. അല്ല സർ, പിന്നെ അത്രയും ദയനീയമായിട്ടുള്ള പഞ്ചായത്തിലെ ഒരു പദ്ധതി പണം ലഭ്യമാകുന്നില്ല. ഇത്ര ഈ സാമ്പത്തിക വർഷം ഇത്രയായിട്ടും 20% സർ പദ്ധതി ചെലവഴിക്കുന്നത്. പണമില്ലാത്തതുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്.